75ാം ജന്മദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആശംസാ പ്രവാഹം. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ പ്രധാനമന്ത്രിക്ക് ആശംസകൾ അറിയിച്ചു. കഠിനാധ്വാനത്തിലൂടെ നേതൃനിരയിലേക്ക് വളർന്നുവന്ന നേതാവിൽ ലോകം വിശ്വാസം അർപ്പിക്കുന്നുവെന്നും എന്നും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും ഇരിക്കാൻ പ്രാർത്ഥിക്കുന്നുവെന്നും രാഷ്ട്രപതി ദ്രൗപദി മുർമു സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പ്രധാനമന്ത്രിയുടെ ദീർഘവീക്ഷണമുള്ള നേതൃത്വത്തിനു കീഴിൽ ഇന്ത്യ ലോകരാജ്യങ്ങൾക്കിടയിൽ അടയാളപ്പെടുത്തുമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ എക്സിൽ കുറിച്ചു. ഇന്ത്യയെ പുതിയ ഉയരങ്ങളിലേക്ക് എത്തിച്ച നേതാവാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെന്ന് കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും പ്രതീകമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോകരാജ്യങ്ങളിൽ വിശ്വസ്തനായ നേതാവാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. കാശ്മീരിൽ ഭീകരവാദം അമർച്ച ചെയ്യാൻ പോരാടിയ നേതാവിന് ജന്മദിനാശംസകൾ അറിയിക്കുന്നതായി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു. 1990-ൽ കന്യാകുമാരി മുതൽ ശ്രീനഗർ വരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ യാത്ര കേന്ദ്രമന്ത്രി അനുസ്മരിച്ചു. കരുതലും അനുകമ്പയുമുള്ള ശക്തനായ നേതാവാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞു. ദൃഢതയും കാരുണ്യവും ചേർന്നുള്ള ആ സംയോജനമാണ് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നതെന്നും നിർമ്മല സീതാരാമൻ കൂട്ടിച്ചേർത്തു. ജനങ്ങൾക്കിടയിലിരുന്ന് അവരുടെ ഹൃദയമിടിപ്പ് കേൾക്കുന്നവനാണ് യഥാർത്ഥ നേതാവെന്ന് തന്നെ പഠിപ്പിച്ചത് നരേന്ദ്രമോദിയാണെന്ന് കേന്ദ്രമന്ത്രിയും BJP ദേശീയ അധ്യക്ഷനുമായ JP നദ്ദ പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ ഓരോ നയങ്ങളിലും പ്രതിഫലിക്കുന്നത് പൊതുജനക്ഷേമമെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ വ്യക്തമാക്കി. ഇന്ത്യയ്ക്ക് പുതിയ ദിശാബോധവും പ്രചോദനവും പുതിയ ഊർജ്ജവും നൽകിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ജന്മദിനാശംസകൾ നേരുന്നതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് എക്സിൽ കുറിച്ചു. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ കൂടുതൽ ശക്തമാവുകയും 2047 ആകുമ്പോഴേക്കും വികസിത രാഷ്ട്രമായി മാറുമെന്നും അശ്വിനി വൈഷ്ണവ് കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.